സിനിമ കാണാനൊക്കെ ഒരു സമയമുണ്ടെങ്കിൽ തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്നൊരു പടം, അങ്ങനെ വേണമെങ്കിൽ പറയാം. നെല്ലിക്കാംപൊയിൽ നൈറ്റ് റൈഡേഴ്സ് എന്ന് പറഞ്ഞ ചിത്രം കണ്ടിട്ട് വരികയാണ്. ആവറേജ് ആണോ അല്ലെങ്കിൽ വൺ ടൈം വാച്ചബിൾ ആണോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ എന്തു പറയും? എന്തായാലും ഒന്ന് പറയാം, ചിത്രം എനിക്ക് വർക്കായില്ല. സിനിമാ മേഖലയിൽ തന്നെ നിരവധി ചിത്രങ്ങളിലെ എഡിറ്ററായിട്ടുള്ള ഒരാളാണ് നൗഫൽ അബ്ദുള്ള. അദ്ദേഹത്തിൻ്റെ ആദ്യ സംവിധാനത്തിലെത്തുന്ന ഒരു ചിത്രമാണ് നെല്ലിക്കാംപൊയിൽ നൈറ്റ് റൈഡേഴ്സ്. ഇപ്പോൾ അദ്ദേഹം തന്നെയാണ് ഈ ചിത്രത്തിൽ എഡിറ്ററായിട്ടുള്ളത്. അപ്പോൾ ആ എഡിറ്ററായതിൻ്റെ ഒരു ഗുണങ്ങളൊക്കെ ചിത്രത്തിൽ കാണുന്നുണ്ട്. അതായത് VFX ചെയ്ത അല്ലെങ്കിൽ അതിലിങ്ങനെ പറന്നു പോകുന്ന ചില സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര രസമായിട്ട് നമുക്കത് കൃത്യമായിട്ട് ഇങ്ങനെ ഫീൽ ചെയ്യും. പറക്കുന്ന സാധനമൊക്കെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഇതിൻ്റെ ട്രailer ടീസറൊക്കെ ഇറങ്ങിയ സമയത്ത് നമ്മൾ എന്താ പറയുക, അതിൻ്റെ കളർ കോഡിങ്ങൊക്കെ കാണുമ്പോൾ നമ്മളൊരു എന്താ പറയുക, ഒരു വലിയ പ്രതീക്ഷ തന്നിരുന്നു കേട്ടോ. സത്യത്തിൽ എന്നെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത്. ഞാൻ എൻ്റെ ട്രailer ടീസറൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് നല്ലൊരു ഫീൽ കിട്ടിയിരുന്നു. പക്ഷേ അതൊന്നും ചിത്രത്തിൽ തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തില്ല. മാത്യു തോമസ് ആണ് പ്രധാന കഥാപാത്രമായി എത്തുന്നത്. നെല്ലിക്കാംപൊയിൽ എന്ന് പറഞ്ഞ ഒരു ഗ്രാമം, ആ ഗ്രാമത്തിൽ നടക്കുന്ന കുറച്ച് മിത്തുകൾ, ആ മിത്തുകളായി ബന്ധപ്പെട്ട് നടക്കുന്ന കുറേ. പക്ഷേ അന്ധവിശ്വാസമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ അന്ധവിശ്വാസം എന്ന് പറയാൻ പറ്റില്ല. അന്ധവിശ്വാസത്തിനോട് കൂടുതലായിട്ടുള്ള അറ്റാച്ച്മെൻറ്റോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഭവവികാസങ്ങളൊന്നും ചിത്രത്തിലില്ല. പിന്നെ എന്താ പറയുക, ട്രailerൽ ഇതിലൊക്കെ പറഞ്ഞ പോലെ റൊമാൻസ് ഉണ്ട്, പിന്നെ ഒരു ഹൊററാണ്, ഫാൻറ്റസിയാണ്, കോമഡിയാണ്. ഇതൊക്കെയാണ് ചിത്രം പ്രേക്ഷകർക്ക് നൽകാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചത്. പക്ഷേ അത് എത്രമാത്രം വർക്കായി എന്നുള്ളത് ഓരോരുത്തരും സിനിമ കണ്ടതിന് ശേഷം പറയാവുന്നതാണ്. എനിക്കത് അത്രമാത്രം ഒന്നും വർക്കായിട്ടില്ല. ഒക്കെ നല്ല രസമായിട്ട് ആ ചിത്രത്തിനോട് ഒഴുകുന്ന രീതിയിൽ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അഭിനയിച്ചവരൊക്കെ അവർക്ക് കൊടുത്ത ഓരോ ക്യാരക്ടറുകൾ വളരെ നന്നായിട്ട് ചെയ്തു എന്ന് തന്നെ പറയാം. മുഷിപ്പില്ലാതെ നമുക്കിങ്ങനെ ഇരുന്ന് കാണാം. പക്ഷേ ക്ലൈമാക്സിലൊക്കെ എത്തുമ്പോൾ എന്തോ ഒരു വലിച്ചു നീട്ടുന്ന പോലെ, അതായത് സമയം തികയ്ക്കാൻ വേണ്ടിയിട്ട് വലിച്ചു നീട്ടുന്ന അങ്ങനത്തെ ഒരു ഫീൽ നമുക്ക് ഫീൽ ചെയ്യാം. എന്തായാലും എല്ലാവരും സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.